വെഡ്ഡിംഗ് എഗ്രിമെന്റ് കീറിക്കളഞ്ഞ് ഒന്നിച്ച് ഏറെ സന്തോഷത്തോടെ ബിയാനും താരിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങി. പക്ഷേ അപ്പോഴാണ് അടുത്ത ഘട്ട പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കുളിച്ചു കഴിഞ്ഞ് ബിയാൻ ടവൽ ബെഡിലിടും. താരിക്കത് തീരെ ഇഷ്ടപ്പെടില്ല. താരി ബിയാനോട് എന്നും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കും. അന്നും അതുപോലെ ഒരു സംഭവം നടന്നു. താരി അതിനെപ്പറ്റി ബിയാനോട് ചോദിച്ചപ്പോ ചെറിയ ചില നുണകൾ പറഞ്ഞ് താരിയെ ആ ദേശത്തിൽ നിന്ന് പിന്മാറ്റാൻ ബിയാൻ ശ്രമിച്ചു. എന്നോട് നുണകൾ പറയില്ല എന്ന് നിങ്ങൾ സത്യം ചെയ്തതല്ലേ? താരി ബിയാനോട് ചോദിച്ചു. ബിയാനിപ്പോ പഴയ ആളൊന്നുമായിരുന്നില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മതബോധനങ്ങൾ ഉണർത്തി ഭാര്യയോട് ആർക്കും ഉപദ്രവമില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യയെ സമാധാനിപ്പിക്കാനും സ്വാന്തനിപ്പിക്കാനും ചെറിയ കളവുകൾ പറയുന്നതിൽ തെറ്റില്ല എന്നുദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം പറഞ്ഞ് ബിയാൻ താരിയുടെ വായടപ്പിച്ചു. താരി വരെ അക്ഷരാർത്ഥത്തിൽ ബിയാന്റെ മാറ്റത്തിൽ തെല്ലൊന്ന് അതിശയിച്ചിരുന്നു. വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് ചെറിയ തോതിൽ അവർ വഴക്കുകൂടാൻ തുടങ്ങിയപ്പോ ഡാർമി അങ്ങോട്ടേക്ക് വന്നു. അമ്മയുടെ കോമ്പറ്റീഷൻ ഇപ്പോ ആരംഭിക്കും, നിങ്ങൾ ലേറ്റായെന്ന് പറഞ്ഞു. സമയം നോക്കിയ താരിയും ഒന്ന് ഞെട്ടിയിരുന്നു. അവരിരുവരും വേഗത്തിൽ അമ്മയുടെ കോമ്പറ്റീഷന് പോവാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഘട്ട ചെറിയ വഴക്ക് ആരംഭിച്ചത് ഏത് കാറിൽ പോകുമെന്നതിലായിരുന്നു. താരിയുടെ കാർ പഴയതാണെന്നും തന്റെ വലിയ നല്ല കാറിൽ പോകാം എന്നും ബിയാൻ പറഞ്ഞത് താരിക്ക് ഇഷ്ടപ്പെട്ടില്ല. താരി തർക്കിച്ചു തുടങ്ങിയപ്പോഴേക്കും വെറുതെ ഒരു തർക്കത്തിന് നിൽക്കണ്ടല്ലോ എന്ന് കരുതി താരിയുടെ കാറിൽ തന്നെ ബിയാൻ സഞ്ചരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഒരേ സ്ഥലപ്പേരുള്ള രണ്ടിടങ്ങളിലുള്ള സ്ഥലം അവർക്ക് മാറിപ്പോയിരുന്നു. അന്ന് സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് താരിക്കായി അമ്മ കാത്തു നിന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കോമ്പറ്റീഷൻ നടന്നു. അമ്മ അതിൽ പങ്കെടുത്തു. 3ാം സ്ഥാനവും ലഭിച്ചു. അവിടെ അമ്മ അങ്ങനെ തുടരുമ്പോഴായിരുന്നു താരി അങ്ങോട്ടേക്ക് എത്തുന്നത്. വന്നപാടെ വൈകിയതിന്റെ പേരിൽ അമ്മ താരിയോട് പരിഭവം കാണിച്ചു. താരി അമ്മയോട് ക്ഷമ ചോദിക്കുകയും അതിന്റെ പേരിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നാലെ താൻ പോയി എന്തെങ്കിലും ഡ്രിങ്ക് വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് മാറി. ഇരുവരും തമ്മിലുള്ള ചെറിയ വഴക്കുകളുടെയും പിണക്കത്തിന്റെയും ഒക്കെ കാര്യം അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. എന്താ പ്രശ്നം? അമ്മ ചോദിച്ചു. താരി പറഞ്ഞു, ഈ ബിയാൻ എപ്പോഴും എന്നോട് കളവ് പറയുകയാണെന്നേ. വെഡ്ഡിംഗ് എഗ്രിമെന്റ് ഒക്കെ കീറിക്കളഞ്ഞതല്ലേ, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഫൈറ്റ് ചെയ്യുവാണോ? പിന്നാലെ താരി തിരിഞ്ഞ് അമ്മയോട് ചോദിച്ചു, നീ നിന്റെ പഴയ തുണിയൊക്കെ ലോണ്ടറി ബാസ്ക്കറ്റിലല്ലേ ഇടുന്നേ? ബിയാനോട് ഞാൻ എപ്പോഴും അത് പറയും. ജോലി കഴിഞ്ഞു വന്ന ബിയാൻ നേരെ അതൊക്കെ ഊരി ആ കട്ടുമേലിടും. എന്നിട്ട് ചിലപ്പോ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുമെന്ന് കരുതി കാണാതിരിക്കാൻ കട്ടിന്റെ അടിയിലേക്ക് തള്ളിക്കയറ്റിയിടുകയും ചെയ്യും. ബിയാൻ ചിലപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെയർലെസ് ആയിരിക്കും. അത് നീ മനസ്സിലാക്കിയാ പോരെ? അതല്ല പ്രശ്നമാമി, അവൻ എന്നോട് കളവ് പറഞ്ഞെന്നേ. അവനത് ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇട്ടില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോ പറയും, സോറിടാ, എനിക്ക് കുറച്ച് ജോലി തിരക്കായ കൊണ്ട് പറ്റിയതല്ലേ. എനിക്ക് അത് കേൾക്കുമ്പോ ദേഷ്യം വരും. നിന്റെ ഭർത്താവ് ഫൈറ്റ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നതായിരിക്കൂലേ അത്? അതല്ല അമ്മി, നമ്മൾ തമ്മിൽ നുണ പറയാൻ പാടില്ല, സത്യസന്ധരായിരിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നാലെ അങ്ങോട്ടേക്ക് ബിയാൻ ഡ്രിങ്കുമായി കടന്നു വന്നു. ഇന്ന് നിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് സ്ട്രോബെറി ഡ്രിങ്ക് താരിക്ക് കൊടുത്തു. ഇതെന്താ സ്ട്രോബെറി? എന്റെ ഫേവറേറ്റ് ബ്ലൂബെറിയാ, സ്ട്രോബെറി അല്ല. താരി അതിനും ചെറിയ വഴക്കടിക്കാൻ ആരംഭിച്ചു. ഞാൻ എനിക്ക് വേണ്ടത് മേടിച്ചോളാം എന്ന് പറഞ്ഞ് താരി അവിടെ നിന്ന് ബ്ലൂബെറി വാങ്ങുവാൻ പോയി. ഇതേ സമയം ബിയാൻ ഇരുന്ന് അമ്മയോട് സംസാരിച്ചു. നിങ്ങൾ എന്നെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ, എന്താ താരി പറഞ്ഞേ എന്ന് ബിയാൻ ചോദിച്ചപ്പോ, ഓ, ഞങ്ങൾ പറഞ്ഞ കുറ്റവും കുറവുകളും എന്നീന്ന് മനസ്സിലാക്കാൻ വന്നതാവൂലേ എന്ന തരത്തിൽ അമ്മ ബിയാനെ കുത്തി പറഞ്ഞു. എങ്കിലും അമ്മയ്ക്ക് ചിരി വന്നു. താരി പറഞ്ഞ ബിയാൻ വസ്ത്രം ഒളിപ്പിച്ചു വെച്ച കാര്യത്തെപ്പറ്റിയും നുണ പറയുന്നതിനെ പറ്റിയൊക്കെ അമ്മ ബിയാനോട് പറഞ്ഞു. അങ്ങനൊന്നും ചെയ്യരുത്, അത് ശരിയല്ലെന്നും അമ്മ പറയുന്നുണ്ടായിരുന്നു. ബിയാൻ അന്ന് നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. അന്നേറെ തിരക്ക് പിടിച്ചായിരുന്നു ബിയാൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപാടെ വസ്ത്രമൊക്കെ മാറി. ഓൺലൈൻ മീറ്റിംഗും കുറച്ചു വർക്കും ഉള്ളതുകൊണ്ട് ഡ്രസ്സ് മാറ്റി ലോണ്ടറി ബാസ്ക്കറ്റിലേക്ക് ആ ഡ്രസ്സ് ഇടാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ബാസ്ക്കറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് വർക്കിനും കയറണം. അതുകൊണ്ടായിരുന്നു താരി ദേഷ്യപ്പെടാതിരിക്കാൻ കുറച്ചു നേരത്തേക്ക് എന്ന് കരുതി വസ്ത്രം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചത്. പക്ഷേ താരി അത് കണ്ട് വഴക്കടിക്കുകയായിരുന്നു. രണ്ടു വശവും കേട്ട അമ്മി പറഞ്ഞു, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാ, നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് സംസാരിച്ചാ തീരും. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതുവാ. പ്രശ്നം ഇതൊന്നുമല്ല അമ്മി. അവൾ എപ്പോഴും പറയും ഏതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന്. വലിയ കൺഫ്യൂഷനാ അത്. ഞങ്ങൾ ഒരു തവണ മാളിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താ വേണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഏതാണേലും കുഴപ്പമില്ലെന്നായിരുന്നു അവള് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ അടുത്തുള്ള ഒരിടത്ത് കയറാൻ പോയപ്പോ അവള് വേറെ വഴിക്ക് നടന്നുപോയി. പിന്നെ തിരിച്ചു വന്ന് വഴക്കടിക്കാൻ ആരംഭിച്ചു. അവള് ശരിക്കും വേറൊരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ആലോചിച്ചിരുന്നു. അതാണ് പറഞ്ഞതുമില്ല. ഇത് ഞാനെങ്ങനെ അറിയാനാ? ബിയാൻ, ഒരു പെണ്ണ് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ അതിനർത്ഥം അവളുടെ ഉള്ളിൽ ഒന്നേ കൂടുതൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാകും എന്ന് മാത്രമാ. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ? ആ മാരേജ് എന്ന് പറയുമ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോഴേക്കും ബ്ലൂബെറിയും വാങ്ങി താരി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പിന്നെ ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും ഡ്രിങ്കിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് അവർ ചെറിയ കശപിശ ആരംഭിച്ചു. അത് കണ്ടതും അമ്മയ്ക്ക് ദേഷ്യം വന്നു. എന്റെ കോമ്പറ്റീഷന് വൈകി വന്നതും പോരാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ തേർഡ് പ്രൈസ് കിട്ടിയതിന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയോ പോലും ചെയ്യാതെ
നിങ്ങൾ വഴക്കടിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് പറഞ്ഞ് അമി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അതോടെ താരിയും ബിയാനും ഒന്നടങ്ങി. നമ്മളല്ലേ ഇപ്പൊ ഫൈറ്റ് ചെയ്ത്, അതിന് അവളെന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് മട്ടിലായി താരിയും ബിയാനും. അത് പറഞ്ഞവർ ചിരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം വീട്ടിൽ ബിയാന് മുമ്പിലേക്ക് ഒരു എഗ്രിമെന്റുമായി താരി എത്തി. എന്തായതെന്ന് ബിയാൻ ചോദിച്ചപ്പോ വെഡിങ് എഗ്രിമെന്റ് 2 ആണ് എന്ന് താരി പറഞ്ഞു. ബിയാന് തെല്ല അതിശയം തോന്നിയിരുന്നു. എന്താ ഇത് എന്ന തരത്തിൽ ബിയാൻ ചോദിച്ചപ്പോ താരി വ്യക്തമാക്കി, നമ്മൾ രണ്ടാൾക്കും 2 തരം വ്യക്തിത്വവും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഒരു എഗ്രിമെന്റ് വേണം. ആ ഓക്കെ എന്ന ഭാവമായിരുന്നു ബിയാനും. ബിയാൻ ചിരിക്കുകയും ചെയ്തു. ശേഷം എഗ്രിമെന്റ് വായിച്ചു നോക്കി. കുളിച്ചു കഴിഞ്ഞ ടവല് എപ്പോഴും ഉണക്കാനിടണം. അഴുക്കു വസ്ത്രങ്ങൾ ലോണ്ടറി ബാസ്ക്കറ്റിലിടണം. ഷൂസുകൾ ബെഡ്റൂമിൽ കൊണ്ടുവന്നിടരുത്. ഭാര്യയോട് ഒരിക്കലും കളവ് പറയരുത്. ഭാര്യയെ ബഹുമാനിക്കുകയും വേണം. അത് വായിച്ചു കഴിഞ്ഞതും എങ്കിൽ എനിക്കും കുറച്ച് എഴുതാനുണ്ട് എന്ന് പറഞ്ഞ് ബിയാൻ എഴുതാൻ തുടങ്ങി. ബിയാനും താരിയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. താരി അത് വായിച്ചു. ഭർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുന്നതിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാനെങ്കിലും നോക്കണം. സ്ട്രോബെറി ആയാലും ബ്ലൂബെറി ആണെങ്കിലും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്. പിന്നെ പ്രധാനമായും എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിൽ സംസാരിക്കരുത്. നീ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പറയണം. താരി അതിനൊക്കെ പറഞ്ഞു. അതോടെ ഡാർമിയെ വിളിച്ച് ഡാർമിയുടെ മധ്യസ്ഥതയിൽ സാക്ഷിയാക്കി നിർത്തി ഇരുവരും അതിൽ ഒപ്പുവെക്കുകയാണ്. അപ്പോഴാണ് ബിയാൻ ഒന്ന് പറയുന്നത്, അന്ന് വൈകിട്ടൊരു പാർട്ടിയുണ്ട്. ഉമ്മയുടെയും വാപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. എന്നോടിത് മുമ്പേ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് താരി ബിയാനോട് വഴക്കടിക്കാൻ തുടങ്ങി. ഞാനത് 2 ആഴ്ച മുമ്പ് പറഞ്ഞതാ എന്ന് ബിയാനും പറഞ്ഞു. ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ച് വഴക്ക് തുടർന്നു പോവേ അവരെ തടഞ്ഞുകൊണ്ട് ഡാർമി പറഞ്ഞു, ഈ എഗ്രിമെന്റിൽ എനിക്കും ഒരു കാര്യം എഴുതാനുണ്ട്. എഴുതിക്കോട്ടെ. എഴുതിക്കോളാനായിരുന്നു ഇരുവരുടെയും മറുപടി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ വഴക്കടിക്കരുത് എന്നായിരുന്നു ഡാർമി അതിൽ എഴുതി ചേർത്തത്. ഇരുവർക്കും അത് നല്ലൊരു കാര്യമായി തോന്നി. ഡാർമിയും ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയി. മറുവശത്ത് അമിതന്റെ വീട്ടിലേക്ക് സ്കേറ്റ് ചെയ്തെത്തുകയായിരുന്നു. ആ സമയം അവളുടെ വാപ്പ അവളെ മീറ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ എത്തി നിന്നത് അകുങ് എന്നു പേരുള്ള ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുമ്പോ അകുങ് അവിടെ ഉണ്ടായിരുന്നു. അമിയെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചെത്തിയതായിരുന്നു അകുൻ. അമി അതിന് സമ്മതിച്ചു. ഇതേ സമയം ബിയാന്റെ സഹോദരി കിനാനാകട്ടെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമായ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു പ്രത്യേക ചെടി വാങ്ങുവാൻ വേണ്ടി ഒരു ഗാർഡൻ ഷോപ്പിലേക്ക് ചെന്നിരുന്നു. പക്ഷേ അവിടുത്തെ ഉടമ അവളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഒരു പയ്യൻ കടന്നു വന്നത്. കിനാനിനെ കബളിപ്പിക്കാൻ നോക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ പയ്യൻ കിനാനിനോട് അത് വ്യക്തമാക്കി കബളിപ്പിക്കപ്പെടുന്നതിൽ നിന്നും കിനാനിനെ സംരക്ഷിച്ചു. അവൾ ആഗ്രഹിച്ചു വന്ന ചെടി തന്നെ വലിയ ചിലവൊന്നുമില്ലാതെ അവൾക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. കാർലി എന്നായിരുന്നു ആ പയ്യന്റെ പേര്. താൻ അഗ്രികൾച്ചർ സ്റ്റഡീസിൽ 3ാം വർഷം മേജർ ചെയ്യുകയാണെന്നും വൈകാതെ കോഴ്സ് തീരും എന്നും അവൻ അവളോട് പറഞ്ഞു. അവന്റെ സത്യസന്ധതയും സംസാരവുമൊക്കെ കിനാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് തന്റെ വാപ്പയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്നും അവർക്കുള്ള ഗിഫ്റ്റായിട്ട് ഇത് വാങ്ങിയത് എന്നും കിനാൻ കാർലിയോട് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് വാപ്പയും ഉമ്മയും വലിയ കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന തരത്തിൽ കാർലി സംസാരിച്ചു. പിന്നാലെ ബൈ പറഞ്ഞ് കാർലി പോവാൻ തുടങ്ങിയപ്പോ കിനാൻ അവനെ വിളിച്ചു നിർത്തി. ഇന്ന് രാത്രി വേറെന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇതുവരെ ഇല്ലെന്നായിരുന്നു കാർലിയുടെ മറുപടി. കിനാൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മറുവശത്ത് അൽദിക്കും സാറയ്ക്കും ആ പാർട്ടിക്കുള്ള ക്ഷണമുണ്ടായിരുന്നു. ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയം അൽദി സാറയോട് അതിനെപ്പറ്റി പറഞ്ഞു. അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞെങ്കിലും എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ ഉള്ള പോലെ പ്രകടമാകുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം പാർട്ടിയുടെ സമയം ബിയാന്റെ വാപ്പയ്ക്കടുത്ത് ഡോക്ടർ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഇനിയും ഈ രോഗത്തെ ഇത്ര നിസ്സാരമായി കാണരുത്. ഭാര്യയോടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഈ അവസ്ഥ തുറന്നു പറയണം. മറച്ചു വെച്ചേക്കരുത്. മരുന്നുകൾ കൃത്യമായി കഴിക്കണം. ഡോക്ടർ വാപ്പയെ ഉപദേശിച്ചു. പക്ഷേ തന്റെ രോഗാവസ്ഥ ആരോടും പറയാൻ വാപ്പ ഒരുക്കമായിരുന്നില്ല. ഡോക്ടറോട് ആ കാര്യം വാപ്പ വ്യക്തമാക്കുകയും ചെയ്തു. വൈകാതെ പാർട്ടിയിലേക്ക് താരിയും ബിയാനും വന്നെത്തുകയാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പമിരുന്ന് അവർ സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു മുത്തശ്ശിയാവാനുള്ള തന്റെ ആഗ്രഹത്തെപ്പറ്റി താരിക്കടുത്ത് ആ സമയം ഉമ്മ പറഞ്ഞു. താരിയും ബിയാനും അത് കേട്ട് പുഞ്ചിരിക്കുകയും ചെയ്തു. താരി, നീ പുതിയൊരു ഔട്ട്ലെറ്റ് കൂടി തുറക്കാൻ പോകുന്നെന്ന് കേട്ടല്ലോ എന്ന തരത്തിൽ ബിയാന്റെ വാപ്പ താരിയോട് ചോദിച്ചപ്പോ താരി പറഞ്ഞു, വാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അവിടെ നിന്നുകൂടി എന്റെ മറ്റു പ്രൊഡക്റ്റുകളും വിൽക്കാനാ ഞാൻ ആലോചിക്കുന്നത്. പിന്നാലെ വാപ്പ ബിയാന്റെ അടുക്കൽ ബിയാന്റെ ബിസിനസിനെ പറ്റി ചോദിച്ചു. കോൺട്രാക്ടർ എഞ്ചിനീയർമാർക്ക് ആയിടെയായി സിറ്റുവേഷൻ ഒട്ടും അനുകൂലമല്ലല്ലോ. എല്ലാവരും വലിയ കടത്തിലൊക്കെയാണെന്ന് പറയുന്നുണ്ട് എന്ന തരത്തിൽ വാപ്പ തിരക്കി. ബിയാൻ അല്പം അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. ഉമ്മ ഇടപെട്ട് ജോലിയെപ്പറ്റിയുള്ള സംസാരം അവിടെ വെച്ച് മുറിച്ചു. പിന്നാലെ വാപ്പ പറഞ്ഞു, എന്റെ കമ്പനി വളരെ നല്ല രീതിയിലാ പോകുന്നേ. നീ ഓക്കെ ആണെങ്കിൽ നിന്നെ ബോർഡ് മെമ്പറായി ഞാൻ നിയമിക്കാം. ബിയാൻ എന്തുകൊണ്ടോ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ ഉള്ളിടത്ത് ഞാൻ ഓക്കെയാണ് വാപ്പ എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. പിന്നാലെ കിനാൻ കാർലിയുമായി അങ്ങോട്ടേക്ക് വന്നു. കാർലിയെ ഏവർക്കും പരിചയപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞതും താരി
താരിയും ബിയാനും അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അൽദിയും സാറയും വരുന്നത്. പരസ്പരം കണ്ട് അവർ ബഹുമാനത്തോടുകൂടി സംസാരിച്ചു. സാറ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമിന്റെ മണം അത്രമേൽ നല്ലതായിരുന്നു. താരി അത് ശ്രദ്ധിച്ചു. അതിനെപ്പറ്റി അവളോട് ചോദിച്ചപ്പോ താനത് പാരീസിൽ പോയപ്പോ വാങ്ങിയതാണെന്നും നിനക്ക് വേണോ എന്ന് സാറ തിരക്കുകയും ചെയ്തു. വേണ്ട, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞ് താരി സാറയെ നോക്കി ചിരിച്ചു. അൽദി പിന്നാലെ ചോദിച്ചു, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനുണ്ട്? വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഫാമിലി ബിസിനസിന്റെ കാര്യമോ? അത് നീയല്ലേ നോക്കി നടത്തേണ്ടത്? അൽദിയുടെ ആ ചോദ്യം ബിയാനെ പെട്ടെന്ന് അസ്വസ്ഥനാക്കിയിരുന്നു. അത് മനസ്സിലാക്കിയ താരി ഉടൻ ഇടപെട്ടു. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ, നല്ല ഫുഡാണ്, കഴിക്കൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. തിരികെയുള്ള യാത്രയിൽ ബിയാൻ അസ്വസ്ഥനാണ് എന്ന് താരിക്ക് അറിയാമായിരുന്നു. വാപ്പ പറഞ്ഞതിനെ പറ്റിയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? താരി ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞ് ബിയാൻ ഒഴിഞ്ഞു മാറിയപ്പോ, ആണെന്ന് എനിക്കറിയാം, കളവ് പറയില്ലെന്ന് നമ്മൾ എഗ്രിമെന്റ് വെച്ചതാ, എന്താണെങ്കിലും എന്നോട് സംസാരിക്ക്, താരി പറഞ്ഞു. ബിയാൻ ആ സമയം തന്റെ പഴയകാലത്തെ പറ്റി താരിയോട് പറയാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നായിരുന്നു ബിയാൻ ആഗ്രഹമുണ്ടായിരുന്നത്. അവൻ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷെ അവന്റെ വാപ്പയ്ക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിച്ചാൽ മതി എന്ന് വാപ്പ അവനോട് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും എഞ്ചിനീയറിംഗ് ചെയ്യാൻ ബിയാന് സാധിച്ചിരുന്നു. പഠനം കഴിഞ്ഞതും തന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വാപ്പ ബിയാനെ നിർബന്ധിച്ചു. പക്ഷേ വാപ്പയ്ക്ക് കീഴിൽ വാപ്പ ഉണ്ടാക്കിയ ഒരു കമ്പനി നോക്കി നടത്താൻ ബിയാന് താല്പര്യമുണ്ടായിരുന്നില്ല. തനിക്ക് എക്സ്പീരിയൻസ് നേടണം, സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നതായിരുന്നു ബിയാന്റെ ആഗ്രഹം. ഇനിയും വാപ്പയുടെ ഡിപ്പെൻഡന്റായി തനിക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്ന് ബിയാൻ അന്ന് വാപ്പയോട് തർക്കിച്ചു. ആ വാക്ക് തർക്കം ചെറിയ വഴക്കിലേക്കായി. ഒടുവിൽ ബിയാൻ വാപ്പയ്ക്കടുത്തുനിന്ന് പോരുകയായിരുന്നു. ബിയാൻ പറഞ്ഞു കഴിഞ്ഞതും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് താരി ബിയാനെ ആശ്വസിപ്പിച്ചു. പിന്നാലെ ഉമ്മ പറഞ്ഞ കാര്യത്തെപ്പറ്റി ബിയാനോട് അവൾ സംസാരിച്ചു. കുട്ടികളുടെ കാര്യം, അത്രയുമായിട്ടും മക്കളാവുന്നില്ലല്ലോ, അതുകൊണ്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലോ എന്ന് താരി ബിയാനോട് ചോദിച്ചു. ഓക്കെ എന്ന് ബിയാനും സമ്മതിച്ചു. പിറ്റേന്ന് ജോലി സ്ഥലത്ത് വെച്ച് അമിയും താരിയും സംസാരിച്ചു നിൽക്കുകയാണ്. വെഡിങ് എഗ്രിമെന്റ് 2ന്റെ കാര്യമായിരുന്നു അവരുടെ സംസാര വിഷയം. അവർ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് അകുൻ വന്നു. അമി അകുങ്ങിനെ താരിക്ക് പരിചയപ്പെടുത്തി. ഇന്റർവ്യൂവിന് അകുങ്ങിനോട് വെയിറ്റ് ചെയ്യാൻ അമി പറഞ്ഞു. താരി ആ സമയം, ആരാവൻ, നീ ബ്ലഷ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് അമിയെ കളിയാക്കുന്നുമുണ്ടായിരുന്നു. അമി ചിരിച്ചുകൊണ്ടോടി. അടുത്ത ദിവസം കാർലിക്കൊപ്പം കിനാൻ പാരന്റ്സിനെ കാണാൻ വന്നിരുന്നു. ഉമ്മയ്ക്ക് കാർലയുടെ സംസാരവും പെരുമാറ്റവുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നാലെ കാർലി തിരികെ പോയി. പക്ഷെ വാപ്പയ്ക്ക് കാർലയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവനാള് ശരിയല്ലെന്നാ തോന്നുന്നേ എന്ന മട്ടിൽ വാപ്പ സംസാരിച്ചു. ഒരാളെ കണ്ടപ്പോ തന്നെ വാപ്പ അവനെ ജഡ്ജ് ചെയ്യുവാണോ എന്ന മട്ടിൽ കിനാൻ വാപ്പയെ കുറ്റപ്പെടുത്തി. അന്ന് രാത്രിയിൽ ബിയാന് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. റെസ്റ്റോറന്റിൽ നിന്ന് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് അവർ സംസാരിച്ചിറങ്ങി. സമയം വൈകിയതുകൊണ്ട് വീട്ടിലേക്ക് പുറപ്പെടാനായി ബിയൻ പോന്ന സമയത്താണ് അതിനോട് ചേർന്നുള്ള ബാറിലായിരുന്നു മദ്യപിച്ച് അവശതയിലുള്ള സാറയെ അവൻ കാണുന്നത്. സാറയുടെ കൊളീഗ്സും സാറയെ എഴുന്നേൽപ്പിക്കാനും കൊണ്ടുപോകാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബിയാൻ വന്ന് സാറയെ വിളിച്ച് സാറയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും കൊളീഗ്സ് സമ്മതിച്ചില്ല. ബിയാനെ അവർക്ക് പരിചയമില്ലല്ലോ, അറിയാത്ത ഒരാളുടെ കൂടെ സാറയെ എങ്ങനെ വിടും എന്നായിരുന്നു അവർ ചോദിച്ചത്. എഴുന്നേറ്റ സാറയാകട്ടെ ബിയാനെ കണ്ട്, ബിയാൻ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയും എനിക്ക് ഇനിയും ഡ്രിങ്ക് വേണം എന്ന് പറഞ്ഞ് കുടിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്തു. കൊളീഗ്സ് തടഞ്ഞ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുമ്പോട്ട് വന്ന സാറ, എല്ലാരും സ്പ്രേ അടിക്ക് എന്നൊക്കെ പറഞ്ഞ് മദ്യത്തിന്റെ ലഹരിയിൽ ബാഗിൽ നിന്ന് സ്പ്രേ എടുത്ത് കൂട്ടുകാരുടെയും തന്റെയും ബിയാന്റെയും ദേഹത്തേക്കൊക്കെ അടിച്ചു. മദ്യലഹരിയിലായിരുന്ന സാറയെ ഒരു തരത്തിൽ കൊളീഗ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. സാറ എന്താ ഇങ്ങനെ എന്നൊരു ഞെട്ടലോടെ ബിയാൻ നോക്കിക്കാണുന്നുണ്ട്. അന്ന് രാത്രി ബിയാൻ വീട്ടിലേക്ക് എത്തിയപ്പോ താരി ബിയാനെ സ്വീകരിച്ചു. പോയി വസ്ത്രം മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞ് ബിയാനെ പറഞ്ഞയച്ചു. പക്ഷേ ആ സമയം സാറയുടെ പെർഫ്യൂമിന്റെ മണം താരിക്ക് ലഭിച്ചിരുന്നു. താരിയുടെ മുഖം മാറി. കുറച്ചു കഴിഞ്ഞും ബിയാനെ കാണാതെ താരി മുറിയിലേക്ക് ചെന്നു. അവശനായിരുന്ന ബിയാൻ അതിനോടകം ഉറങ്ങിയിരുന്നു. താരി അടുത്ത് ചെന്ന് നോക്കുമ്പോ ആ ഷർട്ടിൽ സാറയുടെ പെർഫ്യൂമിന്റെ മണമുണ്ട്. ആ പെർഫ്യൂമിന്റെ മണം സാറയുടെ പെർഫ്യൂമിന്റെ അതേ മണമാണ് എന്ന് പാർട്ടിയിലെ കാര്യം ആലോചിച്ച് താരി ഓർത്തെടുത്തു. അവൾക്കാകെ ഒരു വല്ലായ്മയും കൺഫ്യൂഷനും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ ബിയാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ താരി ബിയാന്റെ മുമ്പിലെത്തി. എഗ്രിമെന്റും അവളുടെ കൈവശമുണ്ടായിരുന്നു. ഭാര്യയോട് കളവ് പറയില്ല എന്ന് എഗ്രിമെന്റിലുണ്ട്. എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താരി ചോദിച്ചു. ഇല്ലെന്നായിരുന്നു ബിയാൻ പറഞ്ഞത്. വീണ്ടും താരി ചോദിച്ചെങ്കിലും ഇല്ലെന്ന് ബിയാൻ പറഞ്ഞു. അതോടെ താരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. ഇതെന്താ ഇവൾ ഉദ്ദേശിക്കുന്നേ എന്ന മട്ടിൽ ബിയാന്റെ മുഖവും മാറിയിരുന്നു. അന്ന് വൈകുന്നേരം ബിയാന്റെ വാപ്പ അദ്ദേഹത്തിന്റെ മാളിൽ പോയിരിക്കുകയായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കിനാന്റെ കൂട്ടുകാരനായ കാർലി മറ്റൊരു പെൺകുട്ടിയോട് അടുത്തിടപഴകി എസ്കലേറ്ററിൽ കയറി പോകുന്നത് ബിയാന്റെ വാപ്പ കണ്ടു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സംശയം വർദ്ധിച്ചു വന്നു. അന്ന് സന്ധ്യയ്ക്ക് അകും വിളിച്ചിട്ട് അമി വന്ന് അവനെ ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുകയായിരുന്നു.
എന്താ വിളിച്ചേ? ഇനിയും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അമ്മി ചോദിച്ചു. അതൊന്നുമല്ല, നിന്റെ പാരന്റ്സിനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. എന്താ, എന്റെ പാരന്റ്സിന്റെ ഒപ്പം കൂട്ടുകൂടി കറങ്ങി നടക്കാൻ പോകുവാണോ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം. അതുകൊണ്ടല്ല, നിന്റെ വാപ്പയെ മീറ്റ് ചെയ്ത് ഒരു തഹറൂഫിനായി അവരോട് അനുവാദം ആവശ്യപ്പെടണം. തഹറൂഫ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ രീതിയിൽ വിവാഹത്തിന് മുമ്പ് ആണിനും പെണ്ണിനും പരിചയപ്പെടാനുള്ള അവസരത്തെയാണ്. ഡേറ്റിംഗിന്റെ ഇസ്ലാമിക വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടതും അമ്മി അതിശയിച്ചു പോയിരുന്നു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ബിയാൻ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ സാറി അവിടെ ബിയാനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബിയാൻ, ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? സാറ് ചോദിച്ചു. ബിയാൻ അല്പം വെള്ളായികയിലാകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൻ ഓക്കെ പറഞ്ഞു. ആ ദൃശ്യത്തോടെ 6ാം എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.